നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക യോഗം ചേർന്നു. KPCC സെക്രട്ടറി V. ബാബുരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിനെ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനും പ്രവർത്തനം വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് നിളാഞ്ചലി ഓഡിറ്റോറിയത്തിൽ വെച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തന യോഗം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി V. ബാബുരാജ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ യോഗമായിരുന്നു. ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയി നമ്മുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നമുക്ക് UDF തലത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള യോഗങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 4-5 മാസമായി നമ്മുടെ ഈ പാർലമെൻറ്റ് ബന്ധപ്പെട്ടകത്ത് ഈ ബ്ലോക്ക് കമ്മിറ്റികളും അതുപോലെ മണ്ഡലം കമ്മിറ്റികളും ഒക്കെ ഏകദേശ ശില്പശാലകൾ നടത്തി, നമ്മൾ വോട്ട് ചേർക്കുന്നതിനുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തി, ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചു, BLMമാരുടെ ലിസ്റ്റ് കൊടുത്തു, എല്ലാ ഒരുവിധ പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നീങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ അല്പം വൈകിയാണ് പുതിയ മണ്ഡലം പ്രസിഡന്റുമാർ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ ഈ ബ്ലോക്കിലൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആലസ്യവും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് സ്വാതന്ത്ര്യവും ഒക്കെ കൂടുതലുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടാകും. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ച് നിലവിൽ മത്സരിക്കുന്ന MP-മാരായിട്ടുള്ള ആളുകൾ തന്നെ വീണ്ടും മത്സരിക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പാർലമെന്റിനകത്ത് നമ്മുടെ MP ആയിട്ടുള്ള കുമാരി രമ്യ ഹരിദാസ് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്തത്തിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ എതിരാളി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വളരെ ദ്രുതഗതിയിലാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാതെ ഈ പ്രദേശത്തെ ഒരു സംവിധാനം മാത്രമാണ്. നമുക്കറിയാം CPM എന്നുള്ള ഈ മുന്നണി അല്ലെങ്കിൽ LDF എന്നുള്ള മുന്നണി സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മറുപടി പറയാൻ CPM-ന് കഴിയുന്നു. DCC സെക്രട്ടറിമാരായ KV ദാസൻ, ജോണി മണിച്ചിറ, കോൺഗ്രസ് നേതാക്കളായ NS വർഗീസ്, CP ഗോവിന്ദൻകുട്ടി, ശിവദാസൻ, അബ്ദുൾ റസാഖ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ M മഞ്ജുള, മായ ഉദയൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.